നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡരികിലെ കുഴിയിൽ താഴ്ന്ന സ്വകാര്യ ബസ്. വെണ്ണൂർ കനാൽ സ്റ്റോപ്പിന് സമീപം വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. കേബിളിനടുത്ത കുഴിയിലാണ് ബസ് താഴ്ന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് റോഡരികിലെ കുഴിയിൽ ബസിന്റെ ചക്രങ്ങൾ താഴ്ന്നത്. ബസിന്റെ മുൻചക്രം പൂർണ്ണമായും കുഴിയിൽ താഴ്ന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. യാത്രക്കാർ മറ്റൊരു ബസ്സിൽ യാത്ര തുടർന്നു. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഉസ്താദ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചെണ്ടുമല്ലി പൂക്കൃഷി ആരംഭിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. VHSSA വിഭാഗം പ്രിൻസിപ്പൽ രാജലക്ഷ്മി പ്രസംഗിച്ചു. രാമായണ മാസാചരണത്തിന്റെ തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. വിശ്വാസത്തിന്റെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളികൾക്ക് ഈ മാസം. ഇനിയുള്ള 30 നാൾ വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ ശീലുകൾ ഉയരും. തോരാതെ മഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. കർക്കിടകത്തിന്റെ ക്ലേശത്തിനിടയിലും മനസ്സിനും ശരീരത്തിനും ആശ്വാസം പകരാനാണ് രാമായണ പാരായണമെന്ന് വിശ്വാസം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം നടക്കും. വീടുകളിലും സന്ധ്യയ്ക്ക് നിറദീപങ്ങൾ തെളിയിച്ച് രാമായണ പാരായണം തുടരും. അടുത്ത 11 മാസങ്ങളിലേക്കുള്ള ആരോഗ്യ പരിചരണത്തിനും കർക്കിടക മാസത്തിലാണ് തുടക്കമിടുക. രോഗങ്ങളെ പ്രതിരോധിക്കാൻ മനസ്സിനും ശരീരത്തിനും പരിചരണം നൽകുന്ന കാലം. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പും ഇവിടെ തുടങ്ങുകയാണ്. ഈ അവധി സൽമാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. വാക്കുപാലിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറിനെ ഓടിത്തോൽപ്പിച്ചാൽ അവധി തരാമോ എന്ന് ചോദിച്ച കുട്ടിയുടെ നിഷ്കളങ്ക ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. വരുന്ന ദിവസങ്ങളിൽ മഴ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സെന്റ് മേരീസ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി സൽമാന്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് കളക്ടർ വാക്കും നൽകിയിരുന്നു. വാക്കുപാലിച്ച് ഇത്തവണത്തെ മഴ അവധി സൽമാനും സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് കളക്ടർ. ബുധനാഴ്ച വൈകിട്ടാണ് വ്യാഴാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത്. കളക്ടറും സൽമാനും ഒന്നിച്ചുള്ള മാരത്തോൺ ചിത്രം അടക്കമുള്ള പോസ്റ്ററാണ് കളക്ടർ ഷെയർ ചെയ്തിരിക്കുന്നത്. കളക്ടറുടെ വാക്കുകൾ ഇങ്ങനെ: അവധി ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ നേരിട്ടും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും എന്നോട് കുട്ടികൾ ചോദിക്കാറുള്ളതാണ്. ജൂൺ 29-ന് പാലപ്പിള്ളിയിൽ വെച്ച് നടന്ന മാരത്തോണിനിടെ പരിചയപ്പെട്ട 7ാം ക്ലാസ്സുകാരൻ സൽമാന്റെ ചോദ്യവും അങ്ങനെയുള്ള ഒന്നായിരുന്നു. മഴയുടെ സാഹചര്യങ്ങളും മുന്നറിയിപ്പും കണക്കിലാക്കിയാണ് അവധികൾ നിശ്ചയിക്കുന്നത്. കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ഒരു മഴ അവധി കൂടി. ഈ മഴ അവധികൾ വീട്ടിലിരുന്ന് പഠിച്ചും മറ്റു പ്രവൃത്തികൾ ഏർപ്പെട്ടും പുഴകളിലോ മറ്റ് ജലാശയങ്ങളിലോ ഇറങ്ങാതെ വീട്ടിലിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ അവധി സൽമാനും സൽമാനെ പോലെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വലിയ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അവ യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ നേട്ടങ്ങളിലേക്ക് ഓടിക്കുതിക്കുവാൻ സൽമാനും സാധിക്കട്ടെ, കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു. കളക്ടർ സാറിനെ ഓടിത്തോൽപ്പിച്ചാൽ സ്കൂളിന് അവധി തരുമോ? ചോദ്യത്തിനൊപ്പം തൃശൂരിലെ എല്ലാ കുട്ടികൾക്കും കൂടി വേണ്ടിയാണ് താൻ അവധി ചോദിക്കുന്നതെന്നുമായിരുന്നു സൽമാന്റെ വിശദീകരണം. കളക്ടർ സാറാണെങ്കിൽ അതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുത്ത സൗഹൃദ ഓട്ടത്തിൽ പങ്കാളിയായി. എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂരിന്റെ നേതൃത്വത്തിൽ പാലപ്പിള്ളിയിൽ വെച്ച് നടന്ന 12 കിലോമീറ്റർ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്ത് പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഇരുവരും ഫിനിഷ് ചെയ്തത് ഒന്നിച്ചായിരുന്നു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തി. ക്ഷേത്രം തന്ത്രി KP വിഷ്ണു ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. കർക്കിടകം 31 വരെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമം, ഭഗവത് സേവ, ത്രികാല പൂജ, ചുറ്റുവിളക്ക്, നിറമാല ചടങ്ങുകളും
രാമായണ പാരായണവും ഉണ്ടായിരിക്കും. 4 കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പ ചുമത്തി നാടുകടത്തി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ പുല്ലൂർ മടത്തിക്കര കുഴിക്കണ്ടത്തിൽ വീട്ടിൽ 42 വയസ്സുള്ള ഷെറീഫിനെ കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് നാടുകടത്തി. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കല്ലേറ്റുങ്കര വടക്കുമുറി വടക്കേടത്ത് വീട്ടിൽ കണ്ടാരൻ രാജു എന്ന് വിളിക്കുന്ന 45 വയസ്സുള്ള രാജു, മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ വടമ അഷ്ടമിച്ചിറ കുരിയക്കാട് കാത്തോളി വീട്ടിൽ 29 വയസ്സുള്ള വൈശാഖ്, പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ കല്ലൂർ മാവിൻചുവട് മടത്തിപ്പറമ്പിൽ വീട്ടിൽ ജിതിൻ ലാൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. വൈശാഖ് മാള പോലീസ് സ്റ്റേഷനിൽ 5 അടിപിടി കേസുകളിലും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി ലഹളയുണ്ടാക്കിയ കേസിലുമടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. രാജു ചാലക്കുടി, ഇരിങ്ങാലക്കുട, ആളൂർ, കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി 1 വധശ്രമ കേസിലും 4 അടിപിടി കേസിലും സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ 2 കേസിലും അടക്കം 7 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ജിതിൻ ലാൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസിലും വീട് കയറി ആക്രമിച്ച 1 കേസിലും 4 അടിപിടി കേസിലും ഭീഷണിപ്പെടുത്തിയതിനെടുത്ത 1 കേസിലും അടക്കം 9 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,050 രൂപയും പവന് 72,400 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.